ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിലേറ്റം സ്നേഹം നിറഞ്ഞ എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ, ഇന്നേ ദിവസം ഞാൻ എന്നോടൊപ്പം ആയിരുന്നുകൊണ്ട് എന്നെ ശ്രവിച്ചുകൊണ്ട് ദൈവാനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് നമ്മെ തന്നെ ഒരുക്കിക്കൊണ്ടിരുന്ന എല്ലാവർക്കും ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ വലിയ സ്നേഹം, അനുഗ്രഹം അനുഭവിച്ചറിയുവാൻ വേണ്ടി എന്നെ പ്രാപ്തനാക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ 30 ദിവസങ്ങളായിട്ട് എന്നോടൊപ്പം പ്രാർത്ഥിക്കുകയും എന്നെ ശ്രവിക്കുകയും ദൈവവചനം വായിക്കുകയും ദൈവവചനാധിഷ്ഠിതമായിട്ട് ജീവിക്കുവാനും ഒക്കെ ശ്രമിച്ചുകൊണ്ട് ഒരു അനുഗ്രഹീതനായി മാറുവാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഈ കഴിഞ്ഞ 30 ദിവസങ്ങളിലും എന്നോടൊപ്പം ആയിരുന്നുകൊണ്ട് എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഞാൻ നന്ദി അർപ്പിക്കുന്നു. ജൂലൈ മാസം 31-ാം തീയതി നമ്മളായിരിക്കുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഒരു ഉറപ്പുള്ള കാര്യമാണ്, നിങ്ങൾ എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്നവരും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരുമായ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ദൈവം ശക്തമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിലേക്ക് ഒരു ദൈവാനുഗ്രഹം തീർച്ചയായിട്ടും ദൈവം നൽകിയിട്ടുണ്ട് എന്നുള്ളത്. എന്നാൽ ഞാൻ ഈ കഴിഞ്ഞ 30 ദിവസങ്ങളായിട്ട് നമ്മൾ വിചിന്തനം ചെയ്ത കാര്യങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ആയിരുന്നു കൊണ്ടാണ് നമ്മൾ വിചിന്തനം ചെയ്തത്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു, നമ്മൾ ഒരുമിച്ച് ദൈവവചനം വായിച്ചു, നമ്മൾ ഒരുമിച്ച് ദൈവവചനത്തിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് ശ്രമിച്ചു. ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളുമായിട്ട് വിചിന്തനം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിനെ കുറിച്ചാണ്. ദൈവാനുഗ്രഹ പ്രാപ്തിക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മാർഗം എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ബലിയർപ്പിച്ച കുരിശ് തന്നെയാണ്. എബ്രായർ ലേഖനം അധ്യായം 10 നമ്മൾ വായിക്കുന്നുണ്ട്, ആ ഹിതമനുസരിച്ച് യേശു ക്രിസ്തുവിന്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ അർപ്പിക്കപ്പെട്ടത് വഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈശോ നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അർപ്പിച്ച ബലി വഴിയായിട്ടാണ് നാം ഏവരും രക്ഷിക്കപ്പെട്ടത്. ആ രക്ഷ പരിപൂർണമായിട്ട് ഇന്നിന്റെ നിറവിലും നാം അനുഭവിച്ചറിയുന്നത് നമ്മുടെ ഇടവക ദേവാലയങ്ങളിലും നമ്മുടെ ഇടവക കൂട്ടായ്മയോടുകൂടി നിന്നുകൊണ്ട് നമ്മൾ അർപ്പിക്കുന്ന ഓരോ ബലിവഴിയുമായിട്ടാണ്. നമ്മുടെ ദേവാലയങ്ങളിലുള്ള ബലിപീഠമാണ് ഇന്നിന്റെ നിറവിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിന് സദൃശമായി നിൽക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു എൻ്റെ രക്ഷകനായി മാറിയത് അവിടുത്തെ ഏക ബലിവഴിയാണ്. എബ്രായർ ലേഖനം അധ്യായം 10-14 തിരുവചനം ഇപ്രകാരം പറയുന്നു, വിശദീകരിക്കപ്പെട്ടവരെ അവൻ ഏക ബലി അർപ്പണം വഴി എന്നേക്കുമായി പൂർണ്ണമാക്കിയിരിക്കുന്നു എന്ന്. മിശിഹായിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ദേവാലയത്തിലുള്ള ബലിപീഠത്തില്, കർത്താവിന്റെ കുരിശിന് സദൃശമായ ആ ബലിപീഠത്തില് നമ്മുടെ വൈദികരോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ അർപ്പിക്കുന്ന ബലി കർത്താവായ യേശു ക്രിസ്തു എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഗാഗുൽത്താ മലയിൽ ആ കുരിശിൽ അർപ്പിച്ച അതേ ബലി ആണ് എന്നുള്ള ആ ബോധ്യത്തിലും ഇടവക കൂട്ടായ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ബലി അർപ്പിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമ്മെയും വിശുദ്ധരാക്കിയ നമ്മെയും പരിപൂർണരാകുന്നു. നമുക്ക് ഇന്നിന്റെ നിറവില് ഒരു തീരുമാനമെടുക്കാം. ഇനി എൻ്റെ ജീവിതകാലത്തിൽ എപ്പോഴും ദൈവാനുഗ്രഹം പ്രാപിക്കുന്നവരായിട്ട് ജീവിക്കുവാനുള്ള ആ വലിയ കൃപ എന്നിലുണ്ടാകുന്നതിന് വേണ്ടി ഇന്ന് മുതൽ
എൻ്റെ വരും ദിനങ്ങളിലെല്ലാം എൻ്റെ ദേവാലയത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് എൻ്റെ ഇടവക വൈദികനോട് ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി അർപ്പിച്ച ആ ബലി എൻ്റെ ദേവാലയത്തിലെ ബലിപീഠത്തില് എൻ്റെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ അർപ്പിച്ചുകൊണ്ട് ഞാൻ ആ ബലിയിൽ എന്നെ തന്നെ അർപ്പിക്കും, എൻ്റെ കുടുംബത്തെ അർപ്പിക്കും, എൻ്റെ സമൂഹത്തെ അർപ്പിക്കും. അതുവഴിയായിട്ട് കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി നേടിത്തന്ന ആ രക്ഷ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ദൈവാനുഗ്രഹത്തിന്റെ സ്രോതസ്സുകളായിട്ട് എൻ്റെ സമൂഹത്തിൽ ഞാൻ ജീവിക്കും. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മെ തന്നെ കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് എനിക്ക് വേണ്ടി അർപ്പിച്ച ആ ബലി വഴിയായിട്ട് ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധനായി മാറിയ എന്നെ അങ്ങ് തൻ്റെ ബലി വഴിയായിട്ട് പരിപൂർണതയിലേക്ക് അങ്ങനെ സ്വീകരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, എൻ്റെ വരും ദിനങ്ങളിലും എൻ്റെ ദേവാലയത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട്, എൻ്റെ ഇടവക ജനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഏകമനസ്സോടെ എൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങൾ അങ്ങയുടെ ബലിവേദിയിൽ അർപ്പിക്കുവാനുള്ള കൃപയേകി എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവിധ കുറവുകളെയും അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ ബലിവേദിയോട് ചേർന്ന് നിന്നുകൊണ്ട് അങ്ങയുടെ കുരിശിനോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും നൽകി നല്ല നാഥ എന്നെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരിലും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരീം കാൽഹോൻ ഉശാംബഹ് കോലേയമ്മ ലലഹാ